വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഹെർഷേ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ജെനറ്റിക്സ് അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പം നമ്മൾ പഠിക്കുന്ന കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. DNA സെമി കൺസർവേറ്റീവ് ആണോ, DNA ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ കണ്ടുപിടിച്ച കുറേ എക്സ്പെരിമെൻറ്റ്സ്. അതിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ് ഹെർഷേ ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ നോക്കാം. അപ്പം ഇതാണ് ആൽഫ്രഡ് ഹെർഷേ, മാർത്ത ചേസ് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകളാണ് DNA ജനറ്റിക് മെറ്റീരിയൽ ആണ് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തത്. അപ്പം അതിനു മുന്നേ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ 20th സെഞ്ച്വറിയിൽ മെജോറിറ്റി ബയോളജിസ്റ്റും ബിലീവ് ചെയ്തത് പ്രോട്ടീനാണ് ജനറ്റിക് മെറ്റീരിയൽ, അതാണ് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്നാണ്. അതിനുശേഷം ആവറി മെക്ലിയോഡ് മെക്കാർട്ടി എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുകാർ അസ്യൂം ചെയ്തു DNA ആവാം ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് നമ്മളുടെ രണ്ട് താരങ്ങളായിട്ടുള്ള ആൽഫ്രഡ് ഹെർഷേയും മാർത്ത ചേസും വന്നിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അവർ എക്സ്പെരിമെൻറ്റിനായിട്ട് യൂസ് ചെയ്തത് ബാക്ടീരിയോഫേജ് T2 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോഫേജാണ്. T2 എന്ന് പറയുന്ന ഒരു ബാക്ടീരിയോഫേജ് ഈക്കോളൈനെ ഇൻഫെക്റ്റ് ചെയ്യും. എന്താണ് ബാക്ടീരിയോഫേജ് എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കില്ലേ? അതൊരു വൈറസാണ്. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വൈറസിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്. അപ്പോൾ T2 എന്നാണ് ആ ഒരു ബാക്ടീരിയോഫേജിൻ്റെ പേര്. അവ എന്ത് ചെയ്തു? ഈക്കോളയിലേക്ക് ഇൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഈക്കോളയിലേക്ക് ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യും? ബാക്ടീരിയൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തും. ഇതൊരു ബാക്ടീരിയ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറിയിട്ട് അതേപോലെയുള്ള കുറേ ബാക്ടീരിയോഫേജസ് അവരുണ്ടാക്കും. ഈ ഒരു ഷേപ്പാണ്, ഞാൻ ജസ്റ്റ് റൗണ്ടായി വരച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? ബാക്ടീരിയ ബേസ്റ്റ് ഔട്ട് ചെയ്യും. പക്ഷെ അവിടെ ഇൻഫെക്ഷൻസ് നടക്കണമെങ്കിൽ എന്തോ ഒന്ന് അവിടെ ട്രാൻസ്ഫർ ചെയ്യണം. അതിൽ നിന്നാണ് അടുത്ത ബാക്ടീരിയ ഒക്കെ നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. അത് വെച്ചാണ് മൾട്ടിപ്ലിക്കേഷൻ നടക്കുവാന്ന് അറിയാം. പക്ഷേ അതേത് ജനറ്റിക് മെറ്റീരിയലാണ്? DNA ആണോ അതോ പ്രോട്ടീനാണോ? എപ്പോഴും അതൊരു കൺഫ്യൂഷനായി തന്നെ പണ്ട് കാലത്ത് നിന്നിരുന്നു. ശേഷം ബാക്ടീരിയോഫേജിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ എന്താ? അതിനൊരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. അതായത് DNA ചുറ്റിപ്പറ്റി കാണുന്ന കുറേ DNA ഉണ്ട്. DNAക്ക് ചുറ്റും ഒരു ഹെക്സഗൺ ആയിട്ടുള്ള ഒരു ക്യാപ്സിഡ് ഉണ്ട്. ഹെക്സഗൺ ആയിട്ടുള്ള ക്യാപ്സിഡ് ഉണ്ട്. ഇനി അതെന്ത് ചെയ്യും? ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയലാണ് പോകുന്നത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ അതിനെന്തെങ്കിലും ഒരു മാർക്കിങ് കൊടുക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് DNA എന്ത് ചെയ്തു? P32 എന്ന് പറയുന്നത് കൊണ്ട് റേഡിയോ ആക്റ്റീവ് ലാബിൽ ചെയ്തു. പ്രോട്ടീൻ ആണെങ്കിലോ S35. ഇത് മറന്നു പോകരുത്. പ്രോട്ടീൻ ആണെങ്കിൽ S35ഉം DNA ആണെങ്കിൽ P32. ഇത് വെച്ച് ലാബിൽ ചെയ്തതിന് ശേഷമാണ് ഇൻഫെക്ഷൻ നടത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എക്സ്പെരിമെൻ്റ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോട്ടീൻ കോട്ട് എടുക്കാം. ഒരു ബാക്ടീരിയോഫേജ് എടുത്തിട്ട് അതിന് പ്രോട്ടീൻ കോട്ടിൽ റേഡിയോ ലാബിൽ ചെയ്യുന്നുണ്ട്. S35 വെച്ച് റേഡിയോ ലാബിൽ ചെയ്തതിന് ശേഷം ബാക്ടീരിയൽ എന്ത് ചെയ്യും? ഇൻഫെക്റ്റ് ചെയ്യും. ബാക്ടീരിയൽ ഇൻഫെക്റ്റ് ചെയ്യുമ്പം ഏതോ ഒരു സാധനം ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കയറി. അവിടെ എന്താ? ഉള്ളിലേക്ക് കയറിയതിന് റേഡിയോ ആക്റ്റീവ് ലാബിൽ ഇല്ല. അതെങ്ങനെ അവർ മനസ്സിലാക്കിയത്? ഉള്ളിലേക്ക് കയറിയത് DNA ആയിരിക്കുമല്ലോ, പ്രോട്ടീൻ ഒരിക്കലും കയറില്ല. അപ്പോൾ അതിന് റേഡിയോ ആക്റ്റീവ് ലാബിൽ ഇല്ല. അതിനുണ്ടോ ഇല്ലയോ എന്ന് അവരെങ്ങനെ മനസ്സിലാക്കി? ഇവിടെ എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ നടന്ന് കുറേ ബാക്ടീരിയ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതായതാണ് ഒരു ബാക്ടീരിയൽ സെല്ലെങ്കിൽ അതിലേക്ക് ഈക്കോളൈ വന്നിട്ട് അങ്ങനെ കുറേ സെല്ല് ഉണ്ടായിട്ടുണ്ടാവും. ഇത് അടക്കം എടുത്തിട്ട് നമ്മളൊരു സെൻട്രിഫ്യൂഗേഷൻ നടത്തുകയാണ്. അതായത് S35 റേഡിയോ ആക്റ്റീവ് ലാബിൽ ചെയ്ത ഫേജിന് വളരാൻ പറ്റുന്ന ഒരു മീഡിയത്തിൽ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയതിന് ശേഷം റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ നോക്കും. സൂപ്പർ നാറ്റൻറ്റിന് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ നോക്കും. പക്ഷെ ഇവിടെ എന്താ? പ്രോട്ടീന് ആണ് പോയതെങ്കിൽ അവിടെ റേഡിയോ ആക്റ്റീവ് ലാബിൽ വേണം S35ൻ്റെ. ഇവിടെ റേഡിയോ ആക്റ്റീവ് ലാബിൽ അവർ കണ്ടില്ല. അതുകൊണ്ട് അവ പ്രോട്ടീൻ അല്ല ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കി. തിരിച്ച് അവർ DNA ടെസ്റ്റ് ചെയ്തു. DNAക്ക് അവർ റേഡിയോ ആക്റ്റീവ് ലാബിൽ ചെയ്തു. P32 വെച്ച് റേഡിയോ ആക്റ്റീവ് ലാബിൽ ചെയ്തതിന് ശേഷം ബാക്ടീരിയയിലേക്ക് ഇൻഫെക്റ്റ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആ ഒരു ബാക്ടീരിയയിലും റേഡിയോ ആക്റ്റീവ് ലാബിൽ കണ്ടു. എങ്ങനെയാണ് കണ്ടത്? ആ ബാക്ടീരിയനെ എടുത്തിട്ട്
അവരെന്ത് ചെയ്തു, സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ റേഡിയോ ആക്ടിവിറ്റി ഉള്ള പെല്ലറ്റാണ് അവർക്ക് കിട്ടിയത്. റേഡിയോ ആക്ടിവിറ്റി ഉള്ള പെല്ലറ്റാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ മനസ്സിലായി, DNA ഇട്ടപ്പോഴാണ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള ആ ഒരു പെല്ലറ്റ് കിട്ടിയത്. അപ്പോൾ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് അവർക്ക് മനസ്സിലായി. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ബാക്ടീരിയോഫേജ് എടുക്കുന്നു, അതിൽ പ്രോട്ടീനിന് S35ഉം DNA-ക്ക് P32 ലാബലിങ്ങും ചെയ്തതിന് ശേഷം ബാക്ടീരിയയിൽ ഇൻഫെക്റ്റ് ചെയ്യാൻ വിടുന്നു. ഇൻഫെക്റ്റ് ചെയ്തതിന് ശേഷം അവരവിടെ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ നടത്തും. എന്നിട്ട് ബാക്ടീരിയ ബേസ്റ്റ് ഔട്ട് ആവും. ആ മരിച്ച ബാക്ടീരിയ അല്ലെങ്കിൽ കില്ല് ചെയ്ത ബാക്ടീരിയ അടക്കവും ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ നടത്തിയ ബാക്ടീരിയോഫേജിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ നടത്തിയതിന് ശേഷം ഏതിലാണ് റേഡിയോ ആക്ടിവിറ്റി കാണുന്നതെന്ന് നോക്കി. പ്രോട്ടീൻ നോക്കിയപ്പോൾ അവിടെ റേഡിയോ ആക്ടിവിറ്റി ഒന്നും ഇല്ല. പക്ഷേങ്കിൽ DNA ടെസ്റ്റ് ചെയ്ത് സെൻട്രിഫ്യൂഗേഷൻ്റെ പെല്ലറ്റിൽ റേഡിയോ ആക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി, യെസ്, ഇറ്റ്സ് DNA ആണ് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലായി. അപ്പോൾ താങ്ക് യു.